ശനിയാഴ്ച രാത്രി 11:15 സംഭവം ഈ ഒരു ജയിൽ ഭാഗങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് 1-ാം തീയതിയായിരുന്നു സംഭവം. പക്ഷേ ഇത് പോലീസിന് മുന്നിലെത്തിയത് 2 ദിവസം കഴിഞ്ഞ് മാത്രമാണ്. അവിടെയാണ് ഇത് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത്. 3-ാം തീയതി വൈകിട്ട് 5 മണിയോടെയാണ് കണ്ണൂർ ടൗൺ പോലീസിൽ ജയിൽ അധികാരികൾ പരാതി നൽകിയത്. ഡ്രോൺ പറന്ന അന്ന് തന്നെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എളുപ്പമായിരുന്നു. ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് 25 മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത്. ചുവപ്പും പച്ചയും നിറങ്ങളുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് കെട്ടിടം 2 തവണ വലം വെച്ചാണ് ഡ്രോൺ അപ്രത്യക്ഷമായിരിക്കുന്നത്. ജയിൽ ജീവനക്കാരാണ് സൂപ്രണ്ടിനെ ഇക്കാര്യം വിളിച്ചറിയിച്ചത്. തുടർന്ന് സൂപ്രണ്ട് ടൗൺ പോലീസിൽ പരാതി നൽകിയെന്ന തരത്തിലായിരുന്നു വാർത്ത. എന്നാൽ പോലീസ് എല്ലാം അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് മാത്രമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? സൂപ്രണ്ടിന്റെ അസ്വാഭാവിക സാഹചര്യത്തെക്കുറിച്ച് ജയിൽ ജീവനക്കാർ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ അക്കാര്യം പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ 3-ാം തീയതി വൈകിട്ടാണ് വിഷയം പോലീസിന് മുന്നിലെത്തിയതെന്ന് വ്യക്തമാണ്. അതായത് 48 മണിക്കൂറിലധികം കഴിഞ്ഞതിന് ശേഷമാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി പോലീസിന് മുന്നിലെത്തിയതെന്ന് സാരം. കാരണവർ കേസ് പ്രതി ഷെറിനാണ് കണ്ണൂർ വനിതാ ജയിലിനെ നിയന്ത്രിക്കുന്നതെന്ന സൂചനകളാണ് ഇതെല്ലാം. പല വിവാദങ്ങളും കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ അജ്ഞാത ഡ്രോൺ കണ്ടെത്തുകയും അത് 2 ദിവസത്തിന് ശേഷം മാത്രം അത് പോലീസ് അറിയുകയും ചെയ്ത സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേസമയം കണ്ണൂർ വനിതാ ജയിലിനുള്ളിൽ ഷെറിന്റെ അക്രമം പോലീസിന് മുന്നിൽ പരാതിയായി എത്തിയതിന് പിന്നിൽ കാനൈ സിംബെ ജൂലിയെ തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റാനുള്ള തന്ത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലിയെ കണ്ണൂരിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന നിർബന്ധം പിടിച്ചതും ഈ കാരണവർ കേസ് പ്രതിയായിട്ടുള്ള ഷെറിനാണ്. ഈ ആവശ്യം സാധ്യമാക്കാനാണ് ജൂലിയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതും. ഇതോടെ ജയിലിനുള്ളിലെ സംഘർഷം വെറും രേഖ മാത്രമായി ചുരുങ്ങുകയാണ്. പിന്നാലെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു നൈജീരിയക്കാരിയെ. 24-ാം തീയതി രാവിലെയാണ് സംഘർഷമുണ്ടാകുന്നത്. കാര്യമായൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ഇവൾ ഉള്ളിടത്ത് കഴിയില്ലെന്ന് ഷെറിനാണ് നിർബന്ധം പിടിച്ചത്. ഒരു തടവുപുള്ളിയുടെ ആവശ്യമാണ് ഇപ്പോൾ ജയിൽ അധികൃതർ സാധിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതോടെയാണ് നൈജീരിയക്കാരെ കൊണ്ട് പരാതി കൊടുത്ത് നിസ്സാര വകുപ്പിൽ കേസെടുത്ത് എല്ലാം രേഖയാക്കിയത്. ഇതോടെ ജൂലിയെ ജയിൽ മാറ്റുകയും ചെയ്തു. അക്രമമെല്ലാം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം മാധ്യമങ്ങളിലും എത്തിയത്. 1-ാം തീയതിയാണ് ഡ്രോൺ ജയിലിന് മുകളിലൂടെ പറന്നത്. ഇതും വൈകിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ജൂലിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തതെന്ന് എഫ്ഐആറിൽ വ്യക്തമാണ്. ഷെറിൻ കാരണവരും ഷബ്നയുമാണ് പ്രതികൾ. ഷബ്ന റിമാൻഡ് തടവുകാരിയാണ്. ഇവർ 2022-ലാണ് ജയിലിൽ എത്തിയതെന്നാണ് സൂചന. 24-ന് രാവിലെ 7:45 പൂഴാതി അംശം പള്ളിക്കുന്ന് വനിതാ ജയിലിൽ വെച്ച് പരാതിക്കാരി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് 1-ാം പ്രതി പരാതിക്കാരിയെ പിടിച്ചു തള്ളി. 2-ാം പ്രതി അസഭ്യ വർഷവുമായി നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ പുറത്തും നെഞ്ചിലും പിടിച്ചു തള്ളി. ഇതിൽ നിസ്സാര പരിക്ക് പറ്റിയെന്നാണ് എഫ്ഐആർ പറയുന്നത്. 26-നാണ് വനിതാ ജയിലിൽ സൂപ്രണ്ട് പരാതി അയച്ചു തന്നതെന്ന് എഫ്ഐആറിൽ വ്യക്തമാണ്. ഇതിനെ തുടർന്ന് 4:30-യോടെ ജയിലിലെ വെൽഫെയർ ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് BNCയിലെ വകുപ്പ് പ്രകാരം കേസെടുത്ത് എന്നാണ് എഫ്ഐആർ പറയുന്നത്. മൊഴിയടക്കം ചെയ്താണ് എഫ്ഐആർ ഇട്ടത്. മലയാളത്തിലാണ് നൈജീരിയക്കാരിയെ ചീത്ത വിളിച്ചത്. ഈ തെറിയും കേരളത്തിലെ ജയിൽവാസത്തിനിടെ നൈജീരിയക്കാരി മനസ്സിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. വനിതാ ASI ആണ് ജയിലിലെത്തി മൊഴിയെടുത്തത്. എന്തുകൊണ്ടാണ് പരാതിയിലെ കാലതാമസം എന്നത് ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. സാധാരണ നിലയിൽ അക്രമം കാട്ടുന്നവരെയാണ് ജയിലിൽ നിന്ന് മാറ്റാറുള്ളത്. ഇവിടെ ജൂലിയാണ് മാറ്റിയത്. ഇത് ഷെറിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് വ്യക്തം. ജയിൽ അധികൃതർക്കിടയിൽ ഷെറിന്റെ സ്വാധീനം നേരത്തെ തടവുപുള്ളികൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇനി ഒരിക്കൽ കൂടി മർദ്ദനം കിട്ടിയാൽ ഷെറിനെ ശരിയായി കൈകാര്യം ചെയ്യുമെന്ന സന്ദേശം നൈജീരിയക്കാരി ജയിൽ അധികൃതർക്ക് നൽകിയിരുന്നു. ഷെറിന് അടികിട്ടുമോ എന്ന ഭയത്തിലാണ് ജൂലിയെ ജയിൽ മാറ്റിയതെന്നും സൂചനയുണ്ട്.